നമ്മളെ പറ്റി പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാര് വരുന്നു. രണ്ട് കുരങ്ങന്മാരാ. കുറുക്കനും കടുവയും എങ്ങനെ കൂട്ടായി എന്നതിനെ പറ്റി പഠിക്കാനാ വരുന്നത്. മഹാബുദ്ധിമാന്മാരാ. അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തേക്കണേ. സൂത്ര, പാത്രവും കൊണ്ട് ആര് വരുന്ന കാര്യമാ പറഞ്ഞത്? പാത്രമല്ല, ശാസ്ത്രജ്ഞൻ. ഭയങ്കര ബുദ്ധിമാന്മാരാ. ഒരു പണിയുണ്ട്. നമുക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് കാണിക്കണം. അതിനൊരു വഴിയുണ്ട്. തമ്മിൽ തമ്മിൽ ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങളും പറയുക. അവർക്കതിൽ നിന്നൊരു അക്ഷരം പോലും മനസ്സിലാകരുത്. ഇതോടെ നമുക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് വിചാരിച്ച അവന്മാർ സ്ഥലം വിട്ടോളും. ഞാനൊരു ബുദ്ധിമാനാണെന്ന് താനെന്ന് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഹലോ, ഓടിവാ. ഈ സൂത്രന് ഭയങ്കര ബുദ്ധിയാ. ബാക്കി സൂത്രം പറയും. പക്ഷി പറക്കുമ്പോൾ മരം വളരുന്നതിന് മേഘം വെളുത്തു തന്നെ ഇരിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുല മാങ്ങാത്തുമ്പിക്കൈ ചുരുട്ടിയത് കൊണ്ട് പാറ്റയുടെ കാല് മുറിഞ്ഞേക്കാം. വാളിന്റെ മൂക്കോളം കണ്ണുനീരിന്റെ നഖം നാക്ക് നീട്ടാറില്ലല്ലോ. ഒരുപക്ഷെ എലികൾ സിംഹത്തോളം മൂട്ട അല്ലെങ്കിൽ ചെറിയമ്പുഴു കരടിയല്ലാതായനെ. ഒരു കാര്യം തീർച്ച, മാൻകൊമ്പിൽ തേൻ ഉള്ളിടത്തോളം കാലം മുള്ളംപൊന്നി കോക്രി കാട്ടും. ഒന്നിന്റെയും രണ്ടിന്റെയും പിന്നാലെ 3 മുയലുകൾ മുട്ടയിടുന്നത് 4ന്റെ കുഴപ്പമാണോ? അതൊന്നുമല്ല. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി സംശയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹിഹി, എന്താ സംശയമൊന്നും ഇല്ലേ? ഒരു സംശയമുണ്ട്. മൂക്കടപ്പം കുന്നിലേക്കുള്ള വഴി ഏതാ? അങ്ങോട്ട് പോകല്ലേ. രണ്ടിനും മുഴുവട്ട. വഴി ചോദിക്കാൻ ചെന്ന ഞങ്ങളെ ആ വട്ടന്മാര് വട്ടം കറക്കി. പേരു ആള് മാറി. ശാസ്ത്രജ്ഞന്മാര് വരുന്നതേ ഉള്ളൂ.